മടി പിടിച്ചിരുന്നത്. പക്ഷെ എന്നാലും ഒരുപാട് പരിപാടി ഇന്നുണ്ട്. ഒരു അവധി ദിവസമായിട്ട് നമുക്ക് രാവിലെ ഹോസ്പിറ്റലിൽ പോകണം, മരുന്ന് മേടിക്കാനുണ്ട്, ഒരു രോഗിയെ കാണാനുണ്ട്, പിന്നെ ഫോണിൻ്റെ ഒരു ചെറിയ കംപ്ലൈൻറ്റ് അതൊക്കെ റെഡിയാക്കാനുണ്ട്. അങ്ങനെ ഇന്നത്തെ ദിവസം ഭയങ്കര ബിസി. രാവിലെ നമ്മൾ തുണി അലക്കിയിട്ട് ഒരു അവധി ദിവസം കിട്ടിയാൽ നല്ല കട്ട പണിയാണ്. പണി ചെയ്ത് മറ്റേ ഹരിശ്രീ അശോകൻ്റെ അവസ്ഥയാണ്. തീരുമ്പം പണി തന്നെ. ഞാൻ കുപ്പിന്ന് വന്ന ബോധോ ഇന്ന് ഇഷ്ടം പോലെ പണിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതാണ് ഇന്നത്തെ ബ്ലോഗ്. രാവിലെയാണ് നല്ല വിശപ്പ്, അതെല്ലാം കഴിക്കാമെന്ന് വിചാരിച്ചു. ഒന്നും റെഡിയാക്കില്ല. പിന്നെ ബ്രെഡ് ഇരിപ്പുണ്ട്. അപ്പം ബ്രെഡ് വെച്ചിട്ട് നമ്മൾ ബ്രെഡ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുമല്ല, ജസ്റ്റ് ചൂടാക്കി എടുത്തിട്ട് ഇന്നത്തെ മീൻകറി ഉണ്ട്, മീൻ്റെ ചാറൊക്കെ വെച്ച് മീൻകറിയൊക്കെ പൊട്ടി അങ്ങ് ബ്രെഡ് കഴിക്കാനുള്ള പരിപാടിയാണ് രാവിലെ. ഇന്നത്തെ മീൻകറിയാണ് ഗൈസ്, നല്ല മുളകിട്ട് പറ്റിച്ച മീൻകറി. അതാണ് നമ്മുടെ ക്യാമറാമാൻ രാവിലെ എഴുന്നേറ്റില്ല. നമ്മുടെ ക്യാമറാമാൻ എഴുന്നേക്കാത്തത് കൊണ്ട് ഒരു ഫുഡും ഉണ്ടാക്കിയിട്ടില്ല. തലേദിവസത്തെ മീൻകറിയും കാര്യങ്ങളും വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ബ്രെഡ് മേടിച്ചത് കൊണ്ട് ഇന്ന് പട്ടിണി കിടക്കാതെ കാര്യങ്ങൾ നടന്നു. മനുഷ്യൻ ഇവിടെ വിശന്ന് കുടല് കത്തിയിരിക്കുമ്പോഴത്തേക്കാണ് ബെസ്റ്റ്. എൻ്റെ ഭാഗ്യത്തിന് ഞാൻ ബ്രെഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ബ്രെഡ് കൂട്ടിയിട്ട് മീൻകറിയും കൂട്ടി ഞാൻ കഴിക്കും. പിന്നെ എനിക്ക് ബ്രെഡ് ഉണ്ട്, ഞാനിപ്പോൾ ബ്രെഡ് ചൂടാക്കി ഞാൻ കഴിക്കും. രാവിലെ എഴുന്നേറ്റിട്ട് രാവിലെ ഫുഡ് ഉണ്ടാക്കണമായിരുന്നു. ഞാൻ 6:30 എഴുന്നേറ്റു. 6:30 എഴുന്നേറ്റു. തുണി അലക്കാൻ കൊണ്ടിട്ട് തുണി അലക്കി. ഇനി കുറച്ച് തുണിയും കൂടെ ബാക്കി അലക്കാൻ കിടക്കുന്നുണ്ട്. മോനെ എടാ മോനെ പണിയെടുക്കും. ഞാൻ പണിയെടുക്കുന്നുണ്ട്. ബ്രെഡ് ഉണ്ടാക്കി കഴിക്കാനുള്ള പരിപാടിയാണ്. ഇത് നല്ല ബ്രെഡല്ലേ, ഇത് ചൂടാക്കി കഴിക്കാം. തുണി അലക്കാനിട്ടിട്ടുണ്ടല്ലോ. മോനെ എടാ മോനെ. നമ്മളെ മൺറാട് സ്കൂളിൻ്റെ അടുത്തായിരിക്കുകയാണ്. നമ്മളിനി ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല 8 മൈലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ചെന്നിട്ട് ഇനി വീട്ടിൽ ചെന്നിട്ട് അമ്മയെ വിളിച്ചുകൊണ്ട് അമ്മയായിട്ട് ഹോസ്പിറ്റലിൽ പോകണം. ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ നമ്മുടെ ഒരു ചേച്ചി കിടപ്പുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോകളിലൊക്കെ കണ്ടിട്ടാണ് അവർക്ക് വേണി ചേച്ചിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കാണ്. നമുക്ക് വേറെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. വേറെ കുറച്ച് പരിപാടിയല്ല, ഹോസ്പിറ്റലിൽ പിന്നെ ഇന്ന് ആദ്യത്തെ ആഗ്രഹം അരുവിക്കുഴി പോകണം. അത് വാട്ടർഫോൾസ് നിങ്ങൾക്കറിയാമായിരിക്കും. വാട്ടർഫോൾസ് അരുവിക്കുഴി വാട്ടർഫോൾസ്. ശരി ഗൈസ്, അപ്പൊ നമ്മൾ 8 മൈലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ചെരുപ്പന്റെ വാങ്ങിച്ചു കൊടുത്താല് എന്നോടോ ബാല? ചെരുപ്പ് കുഞ്ഞാവ് മേടിച്ചിരുന്നു. ഇതാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ അടിപ്പാത എന്ന് പറഞ്ഞ സംഭവം. ഇതിലൊക്കെ ഇറങ്ങി നമ്മൾ വരുമ്പോഴത്തേക്ക് ബ്ലോക്ക് കൊന്നമരം ബൂത്ത് കിടക്കുന്നു. സംസാരിക്കാൻ പറ്റില്ല, നടപ്പാതിനുള്ള
ഫിസിക്കൽ മെഡിക്കൽ റീഹാബിലിറ്റേഷൻ. പുതിയ മെഡിക്കൽ കോളേജ്. പുതിയ മെഡിക്കൽ കോളേജ് ബിൽഡിംഗ് ആണിത്. എന്നാ പറയുന്നത്? പിടിച്ചെടുക്ക് ഗൈസ്. കണ്ടോ ഗൈസ്, മെഡിക്കൽ കോളേജിൽ വന്നതാണ്. ഒരാളവിടെ ചാമ്പങ്ങ പറിച്ചോണ്ടിരിക്കുകയാണ് അതിൻ്റെ കോളേജ്. ഞാൻ പറഞ്ഞു എനിക്കിത് ചാമ്പങ്ങ പറിച്ചു തരാമെന്ന്. ചാമ്പങ്ങ പറിച്ചോണ്ടിരിക്കുക ഞങ്ങളുണ്ടോ, പനിഞ്ഞ ചാമ്പ. അറ്റം കൊണ്ട് പറിക്കുക കേട്ടത്, തോട്ടി കൊണ്ട് പറിക്കുക. ഇപ്പുറത്തെ സൈഡിൽ കൊണ്ട് കേട്ടോ. ചാമ്പങ്ങ കുറച്ച് കിടപ്പുണ്ട് കണ്ടോ. വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ കപ്പയും ചിക്കൻ കറിയും കഴിച്ചു. ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസുകളെല്ലാം നിങ്ങൾ എല്ലാം അറിയിക്കുകയൊക്കെ ചെയ്യുക ഗൈസ്. ഓക്കെ, താങ്ക് യു ഫോർ